നമസ്കാരം. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പണ്ട് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് അധികാരത്തിൽ കയറിയവർ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാതെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പരിശോധിച്ചാൽ BJP ഉയർത്തുന്ന ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നൽകിയ 10 ഗ്യാരണ്ടികൾ ഇന്നും വെറും കടലാസിലാണ്. 1500 രൂപ വീതം സ്ത്രീകൾക്ക് നൽകുമെന്നും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ജോലി നൽകുമെന്നും പറഞ്ഞവർ ഇപ്പോൾ ഭരണം തുടങ്ങി 40 മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്തിട്ടില്ല. BJP ഭരിക്കുമ്പോൾ സുഗമമായി നടന്ന പല വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇതിനെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രാജീവ് ബിന്ദൽ ശരിയായ അർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത്. കേന്ദ്രം കൊടുക്കുന്ന സഹായം എവിടെ പോകുന്നു? കോൺഗ്രസ് സർക്കാർ പറയുന്നത് കേന്ദ്രം പണം നൽകുന്നില്ല എന്നാണ്. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. 2026 മാത്രം ഹിമാചലിന് കേന്ദ്ര നികുതി വിഹിതമായി ലഭിച്ചത് 13,950 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,450 കോടി രൂപ അധികം. ഗ്രാമവികസനത്തിനും നഗരവികസനത്തിനുമായി 4,179 കോടി രൂപയും ദുരന്ത നിവാരണത്തിനായി 2,688 കോടിയും മോദി സർക്കാർ നേരിട്ട് നൽകി. ഇത്രയും പണം കിട്ടിയിട്ടും കാശില്ല, കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത് സ്വന്തം പരാജയം മറച്ചുവെക്കാനുള്ള തന്ത്രം മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് കോൺഗ്രസ് ചെയ്യുന്നത് സാധാരണക്കാരെ ദ്രോഹിക്കലാണ്. BJP ഭരണകാലത്ത് നിയന്ത്രണത്തിലായിരുന്ന സാധന വിലയും നികുതി വിലയും ഇപ്പോൾ കുത്തനെ കൂടി. സിമന്റ്, ഡീസൽ, വൈദ്യുതി എന്നിവയ്ക്ക് നിരക്ക് കൂടി. സാധാരണക്കാരന്റെ ചായയ്ക്ക് വരെ വില കൂടുന്ന അവസ്ഥയാണ്. ഭരണവൈദഗ്ധ്യമില്ലാത്ത ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇന്നത്തെ ഹിമാചൽ പ്രതിസന്ധി പരിഹരിക്കാനെന്ന പേരിൽ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ സ്വന്തം പാർട്ടിയിലെ പ്രധാന നേതാക്കളോ ഉപമുഖ്യമന്ത്രിയോ പോലും പങ്കെടുത്തില്ല. ഇത് കാണിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഭരണത്തെക്കുറിച്ച് വലിയ തർക്കമുണ്ട് എന്നുള്ളതാണ്. BJP ഈ യോഗത്തെ വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു നാടകം മാത്രമായിരുന്നു അത്. മോദി സർക്കാർ നൽകുന്ന സഹായങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനോ സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കാനോ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. കേന്ദ്രം പണം വാരിക്കോരി നൽകുന്നുണ്ട്, പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. വികസനം വരണമെങ്കിൽ BJP സർക്കാർ തന്നെ വേണമെന്ന കാര്യത്തിൽ ഹിമാചലിലെ ജനങ്ങൾക്ക് ഇപ്പോൾ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.